ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു മൈറ്റ് ബി തിങ്കിങ് 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ എവിടെ നിന്നിട്ടാണ് ഇൻട്രോ ഒക്കെ എടുത്ത് വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി ഐ ഡോണ്ട് നോ ഇഫ് യു വിൽ ബിലീവ് മീ ഓർ നോട്ട്. ഇത് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേ ആണ് ഗൈസ്, ഹൈവേയുടെ സർവീസ് റോഡ്. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ 1 മന്തിന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി, PGയുടെ ഫൈനൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാക്കഞ്ചേരി കിൻഫ്രയിലുള്ള ആംപ്ലിക്കോൺ ബയോലാബ്സിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഡെയിലി പോയി വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ റൂം എടുത്തിട്ടാണ് താമസിക്കുന്നത്. റൂം മീൻസ് ഒരു PG ആണ്. അപ്പോൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ രാവിലെ നിസ്കരിക്കാൻ ഇറങ്ങിയതാണ്. എല്ലാ ദിവസവും രാവിലെ കിട്ടില്ല, കാരണം ഞാൻ നീക്കാൻ ചിലപ്പോൾ ഒഴുകലുണ്ട്. ഇന്നിപ്പോൾ നേരത്തെ നീറ്റപ്പോൾ പോന്നു. അപ്പോൾ ഞാൻ കറൻ്റ് ഇപ്പോൾ കാക്കഞ്ചേരിയാണ് ഉള്ളത്. ഇതാണ് കിൻഫ്ര, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലാബ്. ഇപ്പം തന്നെ രാവിലത്തെ ലാബ് ചെയ്യാൻ പോവല്ല, അവിടെ ചായക്കട ഉണ്ട്, അവിടെ ചായ പിടിക്കാൻ പോകാം. രാവിലെ ചായ ഇട്ടില്ലെങ്കിൽ കാര്യങ്ങളൊന്നും സ്മൂത്ത് ആവില്ല. അപ്പോൾ ഇതാണ് കിൻഫ്രയുടെ എൻട്രൻസ്. ഞാൻ ആക്ച്വലി കുറേയൊക്കെ വീഡിയോ എടുക്കുക, ഞാനിപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ ഒക്കെ എടുത്തു, പക്ഷെ അതൊന്നും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എഡിറ്റ് ചെയ്ത് വ്ളോഗൊക്കെ ഇടാൻ. ഞാൻ ഡേ 1 മുതലുള്ള ഇടാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഡേ 1 മുതൽ ഞാൻ പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല വീഡിയോസൊന്നും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബുധനാഴ്ചയാണ് നമ്മളിവിടെ എത്തിയത്, ലാസ്റ്റ് വീക്ക്. ആ ബുധനാഴ്ച എത്തി, ബുധൻ വ്യാഴം വെള്ളി ശനി പിന്നെ വീട്ടിൽ പോയി. പിന്നെ ഞായർ തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ തിരിച്ചെത്തി. ഇന്നിപ്പോൾ ചൊവ്വ കഴിഞ്ഞ് ഇന്നലെ ബുധനാഴ്ച വീണ്ടും വീട്ടിൽ പോയി. ഇന്നലെ വ്യാഴാഴ്ച വീണ്ടും രാവിലെ വന്ന്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായി, നാളെ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ മിക്കവാറും പോകും. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇറ്റ്സ് ബീൻ എ ലോങ് സിൻസ് ഐ ഹാവ് പോസ്റ്റഡ് വീഡിയോസ്. ഒന്നാമത് ഗൈസ്, വ്ളോഗിനായിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് നമ്മുടെ അടുത്ത് വ്ളോഗ് ചെയ്യാൻ മാത്രം കണ്ടൻ്റ് ഒന്നും വരുന്നില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ കോളേജിൽ പോകും, വൈകുന്നേരം ആകുമ്പോൾ ജിമ്മിലേക്ക് വരും. പിന്നെ ജിമ്മും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞ് പിന്നെ രാത്രി 8 മണിയൊക്കെ ആവും ഞാൻ വീട്ടിലേക്ക് എത്താൻ. പിന്നെ അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒറ്റ കടത്തം, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വ്ളോഗായിട്ട് ഇടാനൊന്നും എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഐ വാസ് ലൈക്ക് ആ ഒരു എന്താ പറയുക, ക്രിയേറ്റീവ് മൂഡിലേക്ക് ഞാനങ്ങനെ ഇത്രയും കാലമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടും ഇതാക്കും എന്നല്ലാണ്ട് യൂട്യൂബിലിടാൻ മാത്രമൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് വൈ ഐ വാസ് നോട്ട് പുട്ടിങ് എനി കൈൻഡ് ഓഫ് കണ്ടന്റ്. ഐ നോ ഐ ഹാവ് ബീൻ ഇൻകൺസിസ്റ്റൻറ്റ് ഫോർ ഹാൽ ഓഫ് എ ടൈം. തുടങ്ങിയ കാലം മുതലുള്ള പ്രശ്നമാണത്. എന്തായാലും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഏതെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ടൊരു വ്ളോഗ് പോലെ ഇടാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വീഡിയോ റിലേറ്റഡ് ടു മൈ പ്രൊജക്റ്റ്. എന്തായാലും ഇതൊരു ഐശ്വര്യത്തുടക്കമാവട്ടെ, റീസ്റ്റാർട്ട്, തുടക്കമല്ല. By the way, this is where I actually work for my project. ഇതിൻ്റെ ഉള്ളിലാണ് ആംപ്ലിക്കോൺ ബയോലാബ്സ് ഉള്ളത്. അവിടെ മെയിൻലി വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിങ്ങും ഫുഡ് ക്വാളിറ്റി ടെസ്റ്റിങ്ങും ഒക്കെയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് മൈക്രോബയോളജി പോലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്നത് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ്. അതിലിങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ബൈ ദ വേ, നമ്മുടെ ചായക്കടയിലെത്തി. പിന്നെ അവിടെ പോയി ഐശ്വര്യമായിട്ട് ചായ പറയട്ടെ ഗൈസ്. നല്ല രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായി നടക്കുള്ളൂ. അവിടെ പോയി ചായ പറയാം. കുറച്ച് ചായ ഇല്ലേ, ഒരു വിത്തൗട്ട് സ്ട്രോങ്. ആ കുഴപ്പമില്ല അല്ലേ. ചായ പറഞ്ഞിട്ടുണ്ട്. പാലൊക്കെ തിളച്ച് വരുന്നേ ഉള്ളൂ. സംഭവം സൂര്യനൊക്കെ ഒലിച്ച് വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നീറ്റുകൊണ്ട് രാവിലെ പോകുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സ്ഥിരം ടീ സ്പോട്ട്. ബൈ ദ വേ, ഇവിടെ നിന്നാണ് എല്ലാ ദിവസവും ചായ പിടിക്കാറ്. രാവിലെയും അതിൻ്റെ ഇടയിലും വൈകുന്നേരം ഡെയിലി എന്തായാലും 4 ചായെങ്കിലും ഞാൻ മിനിമം കുടിക്കണ്ടേ. ശീലങ്ങളൊന്നും പറ്റിയിട്ടില്ലേ. ബൈ ദ വേ ഗൈസ്, ഇത് ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഞാൻ വൈഡ് ആംഗിളിൽ ഇട്ടായിരുന്നു. അധികം ലൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഞാൻ ഇതൊന്ന് സ്വിച്ച് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ബൈ ദ വേ, വാട്ട് ഐ വാസ് സ്പീക്കിംഗ് അബൌട്ട് ഇസ് ഇത് കണ്ടോ, ഇത് മലബാർ ഗോൾഡിൻ്റെ എന്തോ സംഭവമാണ്. അവരുടെ റിസർച്ച് സെൻറ്റർ ആണോ എന്തോ എനിക്കറിയില്ല. പക്ഷെ ഇത് ഈ ഒരു ഫുൾ ബിൽഡിങ് മലബാർ ഗോൾഡിൻ്റെയാണ്. നമുക്ക് അങ്ങോട്ട് എൻട്രി ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട് കേട്ടോ. ഇതാണ് കിൻഫ്ര, മറ്റേ ടെക് ഹബ് ഇതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറേ ഈ പറഞ്ഞ പോലെ തന്നെ കേക്ക് സ്റ്റുഡിയോ, അത് കാണിച്ചു തരാം. കേക്ക് സ്റ്റുഡിയോ ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതാണ് കേക്ക് സ്റ്റുഡിയോൻ്റെ
അവരുടെ ലാബാണ് ഇത് ഗൈസ്. അവരുടെ എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറേ ഇതിപ്പോൾ എന്തോ എസെൻസ് ന്യൂട്രീഷൻ എന്നൊക്കെ പറഞ്ഞു, എസെൻ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ഏതൊരു കമ്പനിയുടെ റിസർച്ച് സെൻറ്റർ. അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല. അവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിടക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലൊരു മൊത്തത്തിലുള്ള കിടപ്പ്. പക്ഷേ അപ്പോൾ ഇവിടെ സംഭവം ഞാൻ ഇതിനു മുമ്പ് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി 2 ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിചയമുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഏകദേശം ഒരു 6 ആളും എൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട്. അവർ പിന്നെ ഡേ സ്കോളേഴ്സാണ്, ഡെയിലി പോയി വരും. ഞാൻ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം നമുക്ക് ഗൈസ് ഓൾമോസ്റ്റ് 80 കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് പോയി വരിക എന്ന് പറയുന്നത് ഡെയിലി ഒന്ന് ധനനഷ്ടം, പിന്നെ പറഞ്ഞ പോലെ തന്നെ രാവിലെ വന്ന് ഇനിയിപ്പോൾ വണ്ടിയായിട്ട് വരികയാണെങ്കിൽ തന്നെ ബസ്സിന് എന്തായാലും നടക്കില്ല, കാരണം അത്രയും ലേറ്റ് ആവും, ബസ് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്റ്റേ എടുത്തു. കുഴപ്പമൊന്നുമില്ല. ഒരു ഓൾമോസ്റ്റ് ഒരു ഡോർമെട്രി ഇല്ല, ഒരു 4 ആളാണ് ഇപ്പോൾ നമ്മൾ റൂമിലുള്ളത്. അതിൽ എനിക്ക് ഒന്ന് 6-7 ബെഡിട്ടുണ്ട്. മറ്റേ ഇങ്ങനെ മേലക്കുള്ള ബെഡില്ല, എന്തോ പറയും എനിക്കറിയില്ല, നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്കങ്ങനെ പുറത്ത് പോയി നിന്ന് ശീലമല്ല സംഭവം ഹോസ്റ്റലിലൊന്നും. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചു. തുടക്കമല്ല, ഒരു അനുഭവം. സോയാ ചായ തരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അയ്യോ, നമ്മളെ ചായ കിട്ടി. മെല്ലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മിനിമം ഒരു 4 എണ്ണെങ്കിലും വേണം കഴിച്ച് ഡെയിലി. അതിൻ്റെ ഒരു ശീലമായിപ്പോയി. പിന്നെ വിത്തൗട്ട് കുടിക്കുള്ള ഹെൽത്തിയാണ്. ചായ ഡെയിലി കുടിക്കുന്ന ഹെൽത്തിയൊന്നും കിട്ടാതെ വേറെ കാര്യം. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡാണ് ഇവിടെ മെയിനായിട്ട് നമുക്കിപ്പോൾ ഒരു വെല്ലുവിളി. അവിടെ കുക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് രാവിലെ ഓട്സ് ഉണ്ടാക്കും, രാത്രി മുട്ട പുഴുങ്ങി കഴിക്കും, അങ്ങനെ. അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും. ഉച്ചയ്ക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ നിന്ന് വരുന്ന ദിവസം കൊണ്ടുവരും, അല്ലാത്ത ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ പുറത്ത് പോയി കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ചായ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ എന്താണെന്ന് വെച്ചാൽ 10 മണിക്ക് നമുക്ക് ഇവിടെ തുടങ്ങുള്ളൂ. അപ്പോൾ ആ ടൈമിലേക്കൊക്കെ എത്തിയാൽ മതി. പിന്നെ ഹോസ്റ്റലിലൂടെ അടുത്ത കാരണം 2 അടി വെച്ച് തന്നെ കിടത്തുക. നമ്മളൊരു 9:45 ആ ടൈം ആകുമ്പോൾ റെഡി ആയാൽ മതി രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പം അത്രയും രാവിലെ ടൈം നേരത്തെ നീറ്റൽ ഇതേപോലെ നീറ്റലുണ്ടാവും. പിന്നെ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ തന്നെ 5 മണിയാകുമ്പോഴത്തേനും പരിപാടി ചെയ്യും. ഹോസ്റ്റലിൽ പോയാൽ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആദ്യം വന്ന ദിവസമൊക്കെ ഞാൻ എന്ത് ചെയ്തു, മീൻ പിടിക്കാൻ പോയി ഓരോ 2-3 സ്പോട്ടിലൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി മീൻ പിടിക്കാൻ അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല, റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാൻ മെയിനായിട്ട് യൂണിവേഴ്സിറ്റി പോയിരിക്കും. യൂണിവേഴ്സിറ്റിയിൽ ഗ്രൗണ്ട്, സ്റ്റേഡിയം ഉണ്ട്. അവിടെ ഇങ്ങനെ കളികൾ നടക്കുന്നുണ്ടാവും, ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചൊവ്വാഴ്ച അന്ന് തന്നെയാണ് തോന്നുന്നു മറ്റേ ഒരു വോളിബോളിൻ്റെ എന്തോ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. മറ്റേ പോളിടെക്നിക് കോളേജസിൻ്റെ തോന്നുന്നു. അതിൻ്റെ ഫൈനൽ കണ്ടു, നല്ല രസമുണ്ടാകും. ഇന്നലെ ഏതോ പോളിടെക്നിക്കിൻ്റെ തന്നെ ഫുട്ബോളിൻ്റെ ഫൈനൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷട്ടിൽ ബാറ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ അവിടെ വാൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ തട്ടി കളിക്കാം. അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ പ്രൊഫഷണൽ എന്നല്ല, നല്ലൊരു ടൈം കൊണ്ടുകൊടുക്കും. ഇവിടെ ജിമ്മിന് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ 1000 ഇവിടെ മുടക്കേണ്ടി വരും, അത് നഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. മെയിനായിട്ടുള്ള പ്രശ്നം ഈ വൈകുന്നേരത്തുള്ള ബോറടിയാണ്. കാരണം നമ്മൾ നാട്ടിലാവുമ്പോൾ 5 മണിക്ക് ജിമ്മിലെത്തും. അപ്പോൾ അവിടെ അങ്ങനെ 7 മണി വരെ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യും. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ലാതെ അങ്ങനെ ആ ഒരു ടൈം മാത്രമാണ് ഇപ്പോൾ നമുക്കൊരു വെല്ലുവിളി ആയിട്ടുള്ളത്. മീൻസ് ആ ടൈം ഇങ്ങനെ നമുക്ക് റൂമിൽ ആരും ഉണ്ടാവില്ല. ഒരു 10 മണിയൊക്കെ എത്താൻ ഒരു IT ഹബിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പ്രോട്ടോടൈപ്പിലൊന്നുമില്ലൊക്കെ. അപ്പോൾ ഓരങ്ങനെ 10 മണിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അത്രയും ടയേർഡാവും. ഓരായിട്ട് കമ്പനിയടിക്കാനും അങ്ങനെ ടൈം കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് പരിപാടി. എന്തായാലും നമുക്ക് ഇന്നൊരു 2-3 ആഴ്ചയുടെ വർക്ക് കൂടി ഉണ്ട്. അതുവരെ നമ്മളെന്തായാലും ഇവിടെ തന്നെ ആവും. പിന്നെ ഇപ്പോൾ ശനിയാഴ്ച നമ്മൾ വീട്ടിൽ പോവും, തിരിച്ച് തിങ്കളാഴ്ച രാവിലെ വരും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഷെഡ്യൂൾ നടക്കുന്നത്. പിന്നെ എനിക്കങ്ങനെ ഹോം സിക്നെസ്സിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മെയിനായിട്ട് ഈ പറഞ്ഞ വൈകുന്നേരത്തെ ബോറടി. അതിപ്പോൾ ഇന്നലെ ഷട്ടിൽ കളിച്ചപ്പോൾ ഏകദേശം നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഞാൻ ചായ കുടിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ച് റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയാണ്. ആക്ച്വലി ഞാൻ കുക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഞാൻ കൊടുന്ന് വെച്ചാൽ ലൈറ്റർ ആരോ ചാമ്പി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാനുള്ള മൂഡ് പോയി. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം
ഷിറ്റ്. 10:05 നമ്മളൊരു 10:30 കയറാൻ വിചാരിച്ചാൽ നമ്മൾ 10 മണിയാണ് സാധാരണ പറഞ്ഞത്. ചിലപ്പം അങ്ങനെ 10:00 കയറിക്കും. ടൈം എപ്പോഴും നമ്മൾ ഡിസിപ്ലിനായിട്ട് കീപ്പ് ചെയ്യാം. എന്തായാലും ഐ എം ഓൺ ദ വേ ടു ദ ലാബ്. സോ നടന്നിട്ടാണ് നമ്മൾ പോണത്. അടുത്തന്നല്ലേ ഇനി നമ്മൾ രാവിലെ ചായ കുടിക്കാൻ പോയതിൻ്റെ തൊട്ടടുത്ത സ്ഥലം. അപ്പോൾ പിന്നെ വെറുതെ വണ്ടി എടുക്കേണ്ട ആവശ്യം. വിശക്കുന്നുണ്ട് ഗൈസ് നല്ല. രാവിലെ നല്ല ഓട്സൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവിടുത്തെ ലൈറ്റർ ആവാൻ സത്യസന്ധതയ്ക്കുന്നു ഞാൻ എന്നാൽ എല്ലാവരും യൂസ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെച്ചതാണത്. അതാരെടുത്ത് ഞാൻ എൻ്റെ ഭാഗത്തും പറ്റും. അപ്പോൾ നടന്ന് അവിടെ എത്തട്ടെ. അതുവരെ നിങ്ങൾ വെറുതെ ലാഗടിക്കണം. അവിടെ എത്തിയിട്ട് കാണാം. ദിസ് ഈസ് ദ ചോയ്സ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ടുഡേ. ചായ 2 പുഴുങ്ങിയ മുട്ട. ഫുള്ള് എണ്ണക്കടിയുള്ളൂ. അപ്പോൾ അത് കഴിക്കേണ്ട വിചാരിച്ച് രാവിലെ തന്നെ 2 മുട്ടയ്ക്ക് പ്രോട്ടീനായിട്ട് കയറട്ടെ. ചായ ഞാൻ എന്തെങ്കിലും ഇവിടെ തന്നെ കുടിക്കല്. ഉണ്ടാക്കൽ ഭയങ്കര റിസ്ക്കാണ്. പാൽപ്പൊടിയൊക്കെ ഇട്ടുണ്ടാക്കണം. എനിക്ക് പാൽപ്പൊടിയുടെ ചായ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം മുട്ടയും ചായയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ബിസ്ക്കറ്റും ചായയും. മീൻസ് രാവിലെ കുക്ക് ചെയ്യാനുള്ള മൂഡ് മൊത്തം പോയി കഴിച്ചു. അതൊക്കെ ഞാൻ ഓട്സ് ഉണ്ടാക്കിയത്. ഒരു ദിവസം ഉണ്ടാക്കിയതാണ്. എല്ലാ ദിവസവും ഇപ്പോൾ അടിപൊളിയാവണമെന്നില്ലല്ലോ. പക്ഷെ മുട്ട ഉണ്ട്. പക്ഷെ മുട്ടയ്ക്ക് 10 രൂപയാണ്. അത് കഴിച്ചിട്ട് വരാം കഴിച്ചു. സോ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉപയോഗിച്ച് പേരിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കാണാൻ പോകാൻ ഓൾമോസ്റ്റ് 10:30 ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇറങ്ങാൻ വരും. ബൈ ദ വേ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മീൻസ് സ്പോട്ടിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ക്യാമറ കയറ്റുന്നില്ല. എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ നോക്കാം. പക്ഷെ അവിടെ ആൾക്കാരാവും ഫുള്ള്. സോ വർക്ക് ചെയ്തിട്ട് വരാം. ഹേ ഗായ്സ്, ഇപ്പോൾ സമയം 4:51. നമ്മൾ ആ ഉച്ചയ്ക്ക് 1:30 കയറിയിട്ട് ഞാൻ ഇപ്പോഴാണ് പുറത്തിറങ്ങുന്നത്. കുറച്ച് വർക്ക് കൂടുതലുണ്ടാകും. അധികം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. കുറേയൊക്കെ ഇന്നലൊക്കെ നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടാകും. പിന്നെ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു മൈൻഡിൽ എന്തായാലും ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ അതിൻ്റെ മൈക്രോബിയൽ റിസൾട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യണോ വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നാളെ വൈകുന്നേരം എന്തായാലും വീട്ടിൽ പോകാൻ പറ്റും. കാരണം മറ്റൊന്ന് ലീവാണ്. അപ്പോൾ ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞൊരു ചായ കുടിക്കണം, റൂമിൽ പോകണം, നിസ്കരിക്കണം, അവിടെ യൂണിവേഴ്സിറ്റി പോയി കുറച്ച് നേരം ഷട്ടിൽ കളിക്കണം. ഷട്ടിൽ മീൻസ് ഒറ്റയ്ക്ക് കളിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ചായ സ്പോട്ട് എനിക്ക് ഓൾറെഡി കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും കാണിക്കില്ല. ഒരു ചായ കുടിക്കട്ടെ ഗൈസ്. ആഫ്റ്റർ എ ലോങ് ഹെക്ടിക് ഡേ ബാക്ക് ടു ദ റൂം. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾ ഇപ്പോൾ വന്നതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്ത ദിവസം എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ടാണ് 4:45 ഇറങ്ങുന്നത്. അതേ 3:30 ആകുമ്പോഴത്തേക്ക് കഴിയുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് കുറച്ച് ടൈം കൂടുതൽ എടുക്കേണ്ടി വരും വർക്കപ്പ്. എന്തായാലും റൂമിലെത്തി. ഇനിയിപ്പോൾ നിസ്കരിക്കണം, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, യൂണിവേഴ്സിറ്റി പോയിട്ട് ജസ്റ്റ് ഷട്ടിലൊക്കെ ഒന്ന് വെറുതെ പ്രാക്ടീസ് ചെയ്ത് കളിക്കണം. വേറെ പരിപാടിയൊന്നും ഇല്ല ഇവിടെ. ബൈ ദ വേ ദിസ് ഇസ് മൈ റൂം. അധികം ഞാൻ കാണിക്കുന്നില്ല. ബാക്കിയുള്ളൊരു ബെഡാണ്. ഇതാണ് എൻ്റെ സാമ്രാജ്യം. അറബി കഥയിൽ പറയുന്ന പോലെ ഈ 6 അടി കട്ടിലിൻ്റെ ജന്മി ഞാനാണ്. നമ്മുടെ ബാഗും ഒക്കെ അടിയിലാണ് സാധനങ്ങളൊക്കെ. എന്തായാലും ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഗൈസ്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് വീഡിയോസ് കുറേ റെക്കോർഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച വന്നതിൻ്റെയൊക്കെ വരുന്ന ദിവസത്തിൻ്റെയൊക്കെ. പക്ഷേ എനിക്കെന്തോ അത് കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. ഞാനത് ഡിലീറ്റ് ചെയ്ത് തുടങ്ങി. എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ. പിന്നെ ഇവിടെ ഡെയിലി കാണിക്കാൻ മാത്രമുള്ള കണ്ടന്റ് ഒന്നുമില്ല. പോകുന്നു വരുന്നു. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കാണിക്കാം. എന്തായാലും ഇൻഷാല്ലാ നാളെ വൈകുന്നേരത്ത് നമ്മൾ പോകുന്നുണ്ടാവും. പിന്നെ തിങ്കളാഴ്ച നമ്മൾ വരുള്ളൂ. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഗൈസ്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം, യൂണിവേഴ്സിറ്റി പോകണമെന്ന് ഞാൻ പിന്നെ വ്ളോഗ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ വീണ്ടും വരികയാണ് ഗൈസ്. തിരിച്ച് വരണം ഇൻഷാല്ലാ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ റോഷൻ സൈനിങ് ഔട്ട്. ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് അടിയിലൂടെ തന്നെ സ്റ്റോറിയൊക്കെ കാര്യങ്ങളൊക്കെ ഡെയിലി അതിലിടക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ടൈം ബൈ ബൈ. ലവ് യു ഗൈസ്.